ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, കുറേ പേർക്ക് നമ്മളുടെ കഴിഞ്ഞ വീഡിയോന് ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ ഫുള്ളും നമുക്ക് ആ സെയിം വളം ചെയ്യേണ്ട ആ ഒരു അവസ്ഥ വന്നേക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ സ്ഥിരം പണിക്കാർ ഒരു 4 പേരുണ്ട്. അവർ നമ്മുടെ പൊങ്കൽ പ്രമാണിച്ചൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. ഒരു മാസമല്ല, ഒരു 2-3 ആഴ്ച എന്തായാലും കഴിയും. അപ്പോൾ നോക്കി നമ്മളുടെ വളം വെക്കേണ്ട ടൈം കഴിഞ്ഞ് കിടക്കാണ്. ഈ ഏരിയ ഫുള്ളും പുല്ല് കയറി അങ്ങനത്തെ പ്രശ്നത്തിൽ കിടക്കാണ്. കേട്ടോ, നിറച്ച് കട്ട പുല്ലുമായി. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഈ വാഴയ്ക്ക് ആക്കക്കുറവ് വരാൻ സാധ്യത കൂടുതല. അപ്പോൾ അതുകൊണ്ട് അവർ വരണവരെ, പണിക്കാർ എത്തുന്ന വരെ നമുക്ക് ഈ വാഴയ്ക്ക് ഒരു ആക്കക്കുറവും വരാണ്ട് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അന്നത്തെ സെയിം പരിപാടി, അതായത് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചിട്ടുള്ള പരിപാടി നമ്മൾ ഇതിലും ചെയ്യാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ അതിന് കുറേ പേർക്ക് സംശയങ്ങളുണ്ട്. ആ സംശയം തീർക്കാനാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ പറമ്പിൽ ഒരു 3-4 സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഡ്രമ്മുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പുളിപ്പിക്കാനിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് ചെയ്തേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് കപ്പലണ്ടി പിണ്ണാക്ക് 10 കിലോ. കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്ക്, ചിലയിടത്ത് കടലപ്പിണ്ണാക്ക് എന്ന് പറയാറുണ്ട്. നമ്മളുടെ വറുത്ത് കഴിക്കാൻ ഉപയോഗിക്കുന്ന കപ്പലണ്ടിയില്ലേ, വേണ്ട നൈസ് പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ അത്ര കനം കുറവായിരിക്കും, നല്ല മണമാണ് ഇതിൻ്റെ. ശരിക്കും എണ്ണയുടെ ആ മണമൊക്കെ ഇല്ലേ, അത് ശരിക്കും നമുക്ക് ഫീലാവും. ഇതിൽ വളപ്പിണ്ണാക്കല്ല, നമ്മുടെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന കപ്പലണ്ടി പിണ്ണാക്കാണ് കേട്ടോ ഉപയോഗിക്കണേ. ഇത് മണ്ണുണ്ടാവില്ല, നല്ല എന്താ പറയുക, നല്ല കഞ്ഞളത്തിൻ്റെ കളർ, ഓവർ കളർ ഉണ്ടാവില്ല, കഞ്ഞളത്തിൻ്റെ പോലത്തെ കളറായിരിക്കും നല്ല പിണ്ണാക്കിൻ്റെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളപ്പോൾ ഇത് 10 കിലോ ആണ് 200-ൻ്റെ ബാരലിൽ 200 ലിറ്ററിന് വേണ്ടി നമ്മൾ കലക്കാൻ വേണ്ടിയിട്ട് വെറും 10 കിലോ ആണ് ഞാൻ ഉപയോഗിക്കണേ കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് വെള്ളത്തിലിടണം. ഞാൻ ഇങ്ങനെ 10 കിലോ ആക്കിയിട്ട് അതുപോലെ തന്നെ വളം ചേർക്കുമ്പോഴും, ഇപ്പോൾ ഇതിൽ 2 കിലോ ആണെങ്കിൽ അല്ലെങ്കിൽ 4 കിലോ അതിലൊക്കെ കറക്റ്റ് അളന്ന് ഇതുപോലെ കവറിലാക്കി ചെയ്തിട്ട് അങ്ങനെ അളവ് കറക്റ്റ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതായത് കപ്പലണ്ടി പിണ്ണാക്ക് 200 ലിറ്ററിൻ്റെ ബാരലിൽ ഞാൻ ഇടുന്നത് 10 കിലോ കപ്പലണ്ടി പിണ്ണാക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ളും വെള്ളം നിറച്ചിട്ട്, നമ്മളുടെ കഴിഞ്ഞ തവണ ഞാനിത് മൂടി വെച്ചതെന്ന് കാണിച്ചില്ല. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ വള്ളി വെച്ച് കെട്ടി നിർത്തും. അതെന്തിനാന്ന് വെച്ചാൽ പ്രാണികൾ ശല്യം കുറയും, ഇച്ചിരി ഇതൊക്കെ. അപ്പോൾ പിന്നെ സ്മെല്ല് ഒരുപാട് പുറത്തേക്കൊന്നും വരില്ല. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ എന്തായാലും ഒരു 3 ദിവസം കഴിയുമ്പോൾ തുടങ്ങി ചെറിയ പുളിപ്പ് മണം വന്നു തുടങ്ങും. 4-ാമത്തെ ദിവസം തുടങ്ങി നല്ല മണവും. 5-ാമത്തെ ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി മണം കൂടും. പിന്നെ ഒരാഴ്ച ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത് പുഴുവാവും. മുകളിൽ വശത്തെ പാട കൂടിയേക്കണമൊക്കെ നിറച്ച് പുഴുവായിരിക്കും. പിന്നെ സൈഡിലൊക്കെ അപ്പടി പുഴുവായിരിക്കും. അങ്ങനെ പുഴുവാവാൻ നിൽക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. വേറെ ഒന്നുകൊണ്ടല്ല, പുഴുവായി കഴിഞ്ഞാൽ നമ്മൾ കോരി ഒഴിച്ച് കഴിയുമ്പോൾ ഒരുപാട് അണുക്കൾ നമ്മളുടെ വാഴയുടെ വേരിൻ്റെ അകത്തോട്ട് കയറി പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വേരിൻ്റെ അകത്തോട്ട് കയറി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മുകളിൽ വശത്തെ കൂമ്പുമ്പോൾ നമുക്കറിയാൻ പറ്റും, കൂമ്പ് പെട്ടെന്ന് വലിക്കില്ല. അവിടെ പയ്യൊരു സ്റ്റോപ്പ് അടിച്ച പോലെ നിൽക്കും, കൂമ്പ് വരാതെ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ചോ അത് ആ വേരുമ്പോൾ കൂടെ പുഴുവും കൃമികളും കയറി അതിൻ്റെ ചെറിയ മൂക്കാത്ത കാമ്പിലോട്ട് എത്തി, അതിൻ്റെ മോറ് വശത്തേക്ക് എത്തിയിട്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ ഇത് 4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ കാണിക്കാം. അങ്ങനെ നമ്മളിതേ ഒരു 4-5 ദിവസം നമ്മൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതിൻ്റെ കോല എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിങ്ങനെ വള്ളി വെച്ചൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് എന്തിനാന്ന് വെച്ചാൽ പ്രാണി കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാനുണ്ട് ഈ കെട്ടി വെച്ചേക്കണേ. അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. ഇതണ്ട, ഇങ്ങനെയാണ് അവസ്ഥ. അതായത് ഇതിലെ കഞ്ഞള്ളത്തിൻ്റെ കളറും മുകളിൽ കുറച്ച് പാടയും അടിയിൽ നിന്ന് ഇങ്ങനെ ഞൊരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാ ഇടയ്ക്കിടയ്ക്ക് കൊമ്പളകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കും നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് തനിച്ച് കെട്ടി വയ്ക്കുമ്പോൾ.
നല്ല സ്മെല്ലും ഉണ്ട്. ഇങ്ങനെയായിരിക്കും അവസ്ഥ. പ്രാണിയൊന്നും ഇല്ല, ഇങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ പ്രാണി വരില്ല. നേരെ തിരിച്ച് ഇതിനകത്ത് ശർക്കരയോ നമ്മുടെ ചാണകമോ പച്ച ചാണകമോ ഒക്കെ ഇട്ടിട്ട് കലക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പുളിക്കില്ല. കുറേ ദിവസങ്ങൾ എടുക്കും ചിലപ്പോൾ പുളിച്ച് കിട്ടാനും. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പുളിക്കുകയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതാ കാര്യം, പുളിക്കും പക്ഷേ എന്താ പറയുക, ഈ ഒരു ഫീല് കിട്ടില്ല. ശർക്കര ഇട്ട് വെക്കണതൊക്കെ നല്ലതാണ് കേട്ടോ, ഇല്ല എന്ന് പറയില്ല, അത് ഒഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത്, കഴിഞ്ഞ തവണ പൊട്ടാഷ് ആണെങ്കിൽ ഈ തവണ ഞാൻ ചേർക്കുന്നത് ഈ സാധനം. ഇത് എന്തുട്ടാണെന്നറിയോ? 19-19. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ ഇനി കുറേ ദിവസം കൂടി കഴിഞ്ഞിട്ട്, ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വളം വയ്ക്കാൻ പറ്റുള്ളൂ. കാട് പിടിച്ചു തുടങ്ങി. അപ്പോൾ അതിന് ഈ വാഴയ്ക്ക് ക്ഷീണം വരരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 19-19 ഈ തവണ ഞാൻ ചേർക്കണേ. പുളിച്ചതിന് ശേഷമാണ് ഇത് ചേർക്കുള്ളൂ, കാരണം പിന്നെ അത് പുളിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇത് കണ്ട 19-19 ഇങ്ങനെ ഇരിക്കും. ഏറ്റവും ടോപ്പ് വളം ഉണ്ടാ. അതായത് ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. 120 രൂപയോളം ഒരു കിലോത്തിന് വരും. ചില സ്ഥലത്തൊക്കെ ഇതിന് പൈസ കൂടുതലാണ്. അപ്പോൾ നമുക്കിത് കലക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ തെളി മാത്രം ഞാനിപ്പോൾ എടുത്ത് ഇത് കലക്കാൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് സംശയങ്ങൾ വന്നു. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഈ വാഴയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ എല്ലാ വാഴയ്ക്കും ഇങ്ങനെ കലക്കി ഒഴിക്കുന്നത് ശീലമുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വലിയൊരു ബക്കറ്റിലേക്ക്, ഇതിൻ്റെ അളവ് ഞാൻ പറയാം, 2 കിലോ വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ. ഒരു ബാരലിൽ 2 കിലോ 19-19. അതായത് ഇത് വളത്തിന് പവർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലത്തേക്കും വേണ്ടിയിട്ട് ഞാൻ ഓരോ പാക്കറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 2 കിലോത്തിൻ്റെ പാക്കറ്റുകൾ ചെയ്ത് വെച്ചേക്കാണ്. വേണ്ട. അപ്പോൾ 19 ഈ 200ൻ്റെ ബാരലിൽ 2 കിലോ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കലക്കി കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി കളറായി. ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഒരുപാട് പേര് പല രീതിയിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് അത്രയും റെസ്പോൺസ് വരുന്നത് എന്ന് മനസ്സിലായി. ഇനി ഇത് സാധനം നല്ല രീതിയിൽ കലക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു കോല് ഇവിടെ ഇല്ല. തൽക്കാലം മമ്മട്ടിയുടെ കൈ വെച്ച് ഇളക്കാം. ആഹാ, നല്ല കളറായില്ലേ ഇവിടെ. നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ അളവ് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി കട്ട പിടിച്ചിരിക്കും. 4-5 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പുളിച്ച് നല്ല കട്ടിയിലിടുകയാണെങ്കിൽ 10 കിലോത്തിന് മുകളിൽ ഇടുകയാണെങ്കിൽ 10 കിലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുള്ളൂ. പക്ഷെ അപ്പോഴും അത്യാവശ്യം കൊഴുപ്പുണ്ടാവും കേട്ടോ. അടിയിൽ ഊറി കിടക്കുള്ളൂ, പൊന്തി കിടക്കില്ല. പിന്നെ അങ്ങനെ പൊന്തി വന്നെങ്കിൽ ഇതിന് പുഴുവാവണം. പുഴുവായി കഴിഞ്ഞാൽ സംഭവം ഒരു ചുമട് പൊന്തി നിറച്ച് വെക്കും. ഇനി ഒഴിക്കുന്ന സ്റ്റൈൽ കൂടി കാണിച്ചു തരാം. മുഖത്തേക്ക് മണം അടിക്കുന്നു. മണമൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഗുണം മാത്രം നോക്കിയാൽ മതി. മണം നല്ല മണമാണ്, അതുപോലെ തന്നെ നല്ല ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. വാഴയുടെ 2 സൈഡിലായിട്ടുണ്ട് വെക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തേണ പാത്രം, ഇതിപ്പോൾ ഒരു 1.5 കുപ്പി കട്ട് ചെയ്തെടുത്തേക്കണാണ് 1 ലിറ്റർ കണക്കിന്. നമ്മൾ രാസവളം ഉപയോഗിക്കുന്നത് കൊണ്ട് കടക്ക ചേർത്ത് ഒഴിക്കൂല, അത്യാവശ്യം നല്ല രീതിയിൽ അകത്തി ഒഴിക്കുള്ളൂ കേട്ടോ. വാഴയുടെ 2 സൈഡിലായിട്ട് വീഴത്തക്ക രീതിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 ലിറ്റർ കഴിഞ്ഞ തവണ ഞാൻ എടുത്തത്
നമ്മുടെ ഐസ്ക്രീമിൻ്റെ പാത്രമാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഒരു പരസ്യത്തിൻ്റെ ഒരു ഫീല് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കുപ്പി കട്ട് ചെയ്തിട്ട് ഇരിക്കുന്നത്. വേണ്ട, ഇത്രയും ഒഴിക്കേണ്ട കാര്യമുള്ളൂ. വളർച്ച ഒരു രീതിയിലും കുറയില്ല. ഇനി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റൈലിനേക്കാൾ ഇച്ചിരി കൂടി സ്പീഡപ്പ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് 19 ഞാൻ ചേർത്തേക്കണേ. നമുക്ക് ഓപ്ഷൻസ് ആണ്, അതായത് വാഴയുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ഇതിൽ ചേർക്കുന്ന വളം വ്യത്യാസപ്പെടുത്താം. അതായത് 19 ചേർത്തത് ഇപ്പോൾ നല്ല രീതിയിൽ വളർച്ച അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്, ഈ വളർച്ചയ്ക്ക് കുറവ് വരാണ്ടിരിക്കാനാണ്. അതുപോലെ തന്നെ ഇത്തിരി കറുപ്പും വണ്ണവും ഒക്കെ വെക്കണമെങ്കിൽ പൊട്ടാഷ് ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നമ്മൾ ഒഴിക്കുന്നത് സാധാരണ. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ നുറുങ്ങ് പരിപാടികളും, അതായത് വാഴയ്ക്ക് മാത്രമല്ല പച്ചക്കറിക്കും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു സൂത്രപ്പണി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. സൂത്രപ്പണിയൊന്നുമല്ല, ഇത് നല്ല പരിപാടി തന്നെയാണ്. നല്ല രീതിയിൽ വളം എടുത്തു പോരാനൊക്കെ ഈ പുളിപ്പിച്ചൊഴിക്കലൊക്കെ ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിലായിരിക്കും ചെയ്യുന്നത്, പലരും പല രീതിയിൽ ചെയ്യണവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് വീഡിയോയിൽ മറ്റേ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഗുണം ചെയ്യും കേട്ടോ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു, അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ വിളിച്ച് പറയുകയാണെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ച് പറയണമെങ്കിൽ പറഞ്ഞു, അത്രയും നമുക്ക് അത്രയും ഗുണം ചെയ്യും. അത് നമുക്കറിയാത്ത കാര്യങ്ങൾ വേറൊരാളുടെ നിന്ന് കേൾക്കുമ്പോൾ അത്രയും കൂടി ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ അങ്ങനെ നിങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യട്ടാ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.